എനിക്ക് അന്ന് കണ്ട ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുടെ ബൈറ്റുകളിൽ പ്രസ്താവനകളിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിൻ്റെ വർത്തമാനത്തിൽ മാത്രമാണ് നടന്ന സംഭവത്തിൻ്റെ ഒരു ദാരുണത അതോട് നിശ്ചയമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ പ്രകടിപ്പിക്കേണ്ടത് അനുതാപത്തിൻ്റെ ശബ്ദം ഉണ്ടായിരുന്നതായിട്ട് തോന്നിയത്. ഞാൻ പലതും കണ്ടു, പക്ഷേ അതിനകത്താണ് ഏറ്റവും കൂടുതൽ അനുതാപം ഉണ്ടായിരുന്നത്. എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടായിരുന്നു. 15 വയസ്സുള്ളൊരു കുട്ടിയാണല്ലോ മരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തങ്ങൾക്കൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് രാഷ്ട്രീയത്തോടുള്ള ആത്മാർത്ഥത, സ്വന്തം രാഷ്ട്രീയ കക്ഷിയോടുള്ള ആത്മാർത്ഥത, തെരഞ്ഞെടുപ്പ് രംഗത്ത് നോക്കുമ്പോൾ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, മനുഷ്യൻ്റെ സാമാന്യമായിട്ടുള്ള മനുഷ്യത്വ ബോധത്തിന് മേലെ കയറാൻ പാടില്ലല്ലോ. ഈ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ ആ വലിയൊരു പിന്നീടിട്ട ഫോട്ടോ അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നതായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ അവിടെ വായിച്ചു. വസ്തുതയാണെന്ന് എനിക്കറിയില്ല. അത് എന്തോ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ എതിർക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളാണ് പറയുന്നത്. ഞാൻ ആ ഫോട്ടോ കണ്ടിട്ടില്ല. എന്തായാലും അത് അദ്ദേഹം പിൻവലിച്ചു എന്നൊക്കെ കണ്ടു. അദ്ദേഹം പിൻവലിച്ചു എന്നൊക്കെ കണ്ടു. അപ്പോൾ ഈ പറയുന്ന സെൻസ് നഷ്ടപ്പെട്ടു പോവുക രാഷ്ട്രീയക്കാർക്ക്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പിലേക്ക് ഒരു സംഭവം വന്ന് വീണാൽ അത് 15 വയസ്സുകാരൻ്റെ അതിദാരുണമായിട്ടുള്ള പെട്ടെന്നുള്ളൊരു മരണമാണ്. ആ കുടുംബം, അച്ഛനും അമ്മയും സഹോദരങ്ങളും ആ നാട്ടുകാരാകപ്പാടെയും വിഷമത്തിൽ നിൽക്കുന്ന സന്ദർഭമാണ് എന്നത് മറന്നുപോയിട്ട് തങ്ങൾക്കിതാ രാഷ്ട്രീയ വിഷയം കിട്ടിയിരിക്കുന്നു എന്നതിലേക്ക് ചാടി വീഴുക. അത് ജ്യോതികുമാർ ചാമക്കാലയും UDF മാത്രമല്ല ചെയ്തത്, ശശീന്ദ്രൻ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.